എനിക്ക് ലഭിച്ചതിന് ഞാൻ യോഗ്യനല്ല, എന്നാൽ എനിക്ക് ലഭിക്കാത്തതിന് ഞാൻ യോഗ്യനാണ്. ദൈവത്തിന് മുമ്പിൽ എളിമയും വിനീതനുമായിരിക്കുകയും പരിത്യാഗ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ അലക്സീസിന്റെ വാക്കുകളാണിത്. AD 5 ബ്രദർ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഗുരുവാഴ്ചയുടെ ഹൃദയത്തിന് ഭാഷയിൽ ഹാപ്പി ഫീസ്റ്റ്. അവന്റെ അമ്മയായിരുന്നു. വിധവയായ അവന്റെ അമ്മയുടെ സംരക്ഷണത്തിലാണ് കുര്യാക്കോസ് ജീവിച്ചിരുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ പാലായനം ചെയ്യപ്പെട്ട ആ അമ്മയും കുഞ്ഞും വളരെ കഷ്ടതകൾ അനുഭവിച്ച ദിനങ്ങളായിരുന്നു അത്. എന്നിരുന്നാലും ദൈവത്തെ കൈവിടാതെ ജീവിച്ചിരുന്ന അമ്മയും കുഞ്ഞും ഇതുവരെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ആ നാടിന്റെ ചക്രവർത്തിയായ അലക്സാണ്ടർ അവരോട് പറഞ്ഞു, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോയിലത്രയും സ്നേഹ ബഹുമാനപ്പെട്ട കൈക്കാരന്മാരെ, ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, ആദ്യമായിട്ടാണ്, ശരിക്കും ഒരു എക്സാജറേഷൻ അല്ല, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫീസ്റ്റ് ഒരിടവകയും അതിനെക്കാട്ടുപരിയായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഞാൻ ആഘോഷിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ 2 വട്ടം എൻ്റെ ഫീസ്റ്റ് ആഘോഷിച്ചിട്ടുള്ളൂ. ഒന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവുമാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ വിശുദ്ധനോടുള്ള സ്നേഹത്തിനും അതിനുപരിയായിട്ട് നിങ്ങളുടെ സ്നേഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ ഇരുമ്പനം ഇടവകങ്ങളോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എന്താണ് വിശുദ്ധി എന്ന് ഞാൻ കുറച്ച് നേരം ചിന്തിച്ചു. എന്താണ് വിശുദ്ധൻ എന്ന് ഞാൻ കുറച്ച് നേരം ചിന്തിച്ചു. വിശുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വചനമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ 6:10. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ വിശുദ്ധരായ അച്ഛന്മാരോട് ഞാൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ലഭിച്ചത് ഉള്ളിലൊരു നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി. അതിലിങ്ങനെയാണ്, ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്ന ഒരു ഈഗോയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം ഈ നിഷ്കളങ്കമായ സ്നേഹം, ഈശോയിലുള്ള സ്നേഹം, ഞാൻ എപ്പോഴും ഈശോയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ ആ സ്നേഹം അനുഭവിക്കുന്നുള്ളതുകൊണ്ടാണ്. ഈശോയോട് നമ്മൾ എത്ര ദുഃഖത്തിലായാലും ദുരിതത്തിലായാലും ഈശോയിലുള്ള സ്നേഹത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം പ്രത്യേകം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ അപ്പനെയാണ്. അതുകൊണ്ട് അമ്മ കുറച്ച് ഫേമസ് ആണ് എൻ്റെ ഇടവകയിൽ. പക്ഷെ എൻ്റെ അപ്പൻ അത്ര ഫേമസ് അല്ല. പക്ഷേ ആ നിഷ്കളങ്കമായ സ്നേഹം ഞാനും എൻ്റെ അനിയനും കണ്ടുപഠിച്ചത് രാവിലെ 4 മണിക്കാണ്. പ്രാർത്ഥനകൾ താരാട്ടുപാട്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ പ്രാർത്ഥനയിലൂടെയാണ്. രാവിലെ 4 മണിയാകുമ്പോൾ പപ്പ കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നത് കേൾക്കും. അതിനോടൊപ്പം ഞാൻ ഉറങ്ങിപ്പോകും. പക്ഷേ പിന്നീട് വളർന്നപ്പോൾ ആ 4 മണിക്ക് അപ്പൻ ബലിയൊന്നും ഇടത്തില്ല. ഒരു കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ ഒരു ഈശോനെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വന്നിരുന്നിട്ട് മുട്ടുകുത്തി മടക്കിയിരുന്ന് അവിടെ ഇരുന്നിട്ട് ഒരു ബൈബിൾ വായിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് പ്രാർത്ഥിക്കും. ആരെയും കാണിക്കാനല്ല, അമ്മേനെ എണീപ്പിക്കില്ല, ഞങ്ങളെ ഒന്നും എണീപ്പിക്കില്ല. പക്ഷെ ഒറ്റയ്ക്ക് ചില സമയങ്ങളിൽ ഞാൻ അപ്പനിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ചില സമയത്ത്. പക്ഷേ ആ ഒരു ദിവസം മൊത്തം അപ്പൻ കോമഡികൾ പറയുമ്പോഴും അപ്പൻ ഞങ്ങൾ ഉപദേശിക്കുമ്പോഴും എല്ലാം ആ പുറകില് ആ ഈശോയോടുള്ള നിഷ്കളങ്കമായ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോൾ എന്നിലുള്ള പൗരത്വത്തെ സ്നേഹിക്കുന്നതിന്റെ അപ്പൻ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. എല്ലാ വണ്ടികളും വരുമ്പോൾ ആ ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കും, ആ സീറ്റിൽ എൻ്റെ മോനുണ്ടോ, അലക്സ വന്നിട്ടുണ്ടോ നോക്കും. ആ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്നെ അത്രയും സ്നേഹിക്കുന്ന, എന്നെ കാത്തിരിക്കുന്ന എൻ്റെ അപ്പൻ. വീട്ടിൽ വന്നാലും പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യില്ല, അപ്പൻ എൻ്റെ ഒപ്പം പ്രാർത്ഥിക്കും. അപ്പോൾ നിഷ്കളങ്കമായ സ്നേഹം കണ്ടുപിടിച്ചത് എൻ്റെ അപ്പൻ്റെ നിന്നാണ്. കുറച്ച് സമയം ഈശോയ്ക്ക് ചെലവഴിച്ചാൽ അത് മതി, ധാരാളമാണ്. ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിങ്ങൾ നല്ല വിശുദ്ധരായിട്ട് മാറും. ഒപ്പം ഇത്രത്തോളം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് എനിക്കും എൻ്റെ വികാരിയച്ഛനും കൂടെ, നമ്മളെല്ലാവരുടെയും വികാരിയച്ഛനും വേണ്ടി നിങ്ങൾ
നിങ്ങൾ ഈ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഓർത്തതിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറയാനായിട്ട് വികാരിയസിനെ ക്ഷണിക്കുകയാണ്. ജോസഫ്, വൈശർമ്മൻ ആന്റണി, സാറെ, പ്രിയ സ്നേഹനിർഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ നാമകീർത്തന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നതിന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇതിനു വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് കൈകാരന്മാരെ, കാറ്റഗിസം ടീച്ചേഴ്സ് എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അവരിടവക ചെറുതോ വലുതോ ആവട്ടെ, അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇടവക അംഗങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും പിന്തുണയുമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രാർത്ഥനയ്ക്ക് പിന്തുണയ്ക്ക് പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇനിയും അത് കൂടുതലായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ കൊച്ചു കുര്യാക്കോസ് കൂടെ പറഞ്ഞതുപോലെ അമ്മയും കുഞ്ഞാണ്, 3 വയസ്സിൽ മരിച്ചുപോയൊരു കുഞ്ഞാണ്. ഒരുപക്ഷെ ആ വിശുദ്ധൻ എത്രമാത്രം നമുക്ക് വലിയ വിശുദ്ധരെ പോലെ മാതൃക എന്ന് പറയാനായിട്ട് പറ്റുമെന്നുള്ളതിനേക്കാൾ നിഷ്കളങ്കമായി ജീവിച്ച് നിഷ്കളങ്കതയിൽ ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് കൈക്കാരന്മാരും മധുരം കരുതിയിട്ടുണ്ട്.